ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ ഞാൻ കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സ്കൂളിലത്തെ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവുക. അപ്പോൾ പറ്റുന്ന എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ വീഡിയോയിലാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഇവൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതുപോലെ കുറേ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ഈ വണ്ടീൻ്റെ ടയർ മോഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ഇതുപോലെ തന്നെ ഗൈസ് ആർജി സ്റ്റൂൾ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഈ മൾട്ടിപ്ലെയർ മോഡ് പോലെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നൊക്കെ കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അറിയുന്നവർക്കുള്ള വീഡിയോ അല്ല, ഇത് അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഇട്ടത് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചും കൂടി കൊടുക്കുക. മൾട്ടിപ്ലെയർ എങ്ങനെയാണെന്ന് അറിയാത്തവർക്കായി ഇങ്ങനെയായിരിക്കും മൾട്ടിപ്ലെയർ ഉണ്ടാവുക. ഒരു ഫ്രണ്ടിനെ നമുക്ക് ഇരുത്തി കൊണ്ടുപോകാനൊക്കെ കഴിയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോ എന്തെങ്കിലും സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലെ എങ്ങനെ മൾട്ടിപ്ലെയർ മോഡ് ആക്കാം എന്നാണ്. അപ്പോൾ കൂടുതൽ പേർക്ക് ഇതറിയാനായിരിക്കും താല്പര്യമുണ്ടാവുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്തായാലും നീട്ടുന്നില്ല, അപ്പോൾ നേരെ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലെയർ മോഡ് കുറച്ച് ബൈക്കുകൾ മാത്രമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കൂടി അതൊന്ന് അറിയട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന വണ്ടി KTM ആണ്. KTM ആണെങ്കിൽ ഗൈസ് അടിപൊളി വണ്ടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ അങ്ങനെ ഇവിടെ KTM എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഞാൻ കളർ മാറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്കാണെങ്കിൽ ബ്ലാക്കാണ് ഇഷ്ടം. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് ബ്ലാക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം ഗൈസ് നമുക്ക് നേരെ നമ്മുടെ സൈറോൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഇനിയാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്ക് വരാൻ പോകുന്നത്. നമ്മൾ ബോയ് 2ന് ആർജി സ്റ്റൂളിൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ചെയ്യേണ്ടത് അവൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് പോകുമ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഈ ഫോണിൻ്റെ ചിഹ്നത്തെ അമർത്തണം ഗൈസ്. അപ്പോഴാണ് അവൻ നമ്മുടെ മൾട്ടിപ്ലെയർ ആയിട്ട് കയറുക. അപ്പോൾ ഫസ്റ്റ് ഡൗട്ട് എല്ലാവർക്കും സോൾവ് ആയി ഞാൻ വിചാരിക്കും. അപ്പോൾ ഗൈസ് അപ്പോൾ ആരും മറക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് KTM എടുക്കുക. അപ്പോൾ KTM എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക. കളർ കൊടുത്തില്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഗൈസ് വേറെ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. വേറെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും കാർ മോഡിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത്. ആ കാർ മോഡിഫിക്കേഷൻ്റെ ഈ ഒരു അപ്ഡേഷനാണ് കുറച്ച് വണ്ടികളിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർച്യൂണർ ഡിഫൻഡറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാർ മോഡിഫിക്കേഷൻ എടുത്താൽ കാണാൻ കഴിയും ഇവിടെ എല്ലാം നമുക്ക് വർക്കിംഗ് ആണ്. നമുക്കിവിടെ ഹൈഡ് ചെയ്യാൻ കഴിയും വീല്, അതുപോലെ തന്നെ വീല് നമുക്ക് ഹൈറ്റ് കൂട്ടുക, ഹൈറ്റ് കുറയ്ക്കുക, അങ്ങനത്തെ കുറേ അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിലേറെ അടിപൊളി അപ്ഡേഷൻ വരുമെന്നാണ് ആർജിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ കഴിയും ഗൈസ്. അപ്പോൾ വീൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ തരം വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീൽസ് ഹൈഡ് ചെയ്യാൻ കഴിയും. ഇത് കണ്ടിട്ട് ഗൈസ് ശരിക്കും നല്ല അടിപൊളി ലുക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് ജെറ്റിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആർജി സ്റ്റൂൾ എടുക്കുക, ജെറ്റിന്ന് അടിച്ച ഗൈസ് നമുക്ക് മേലെ കൂടെ പറക്കുന്നത് കാണാം. ബഗ് പിടിച്ചിട്ടാണ് ഗൈസ്, ആരും പേടിക്കേണ്ട ഗൈസ്. അപ്പോൾ മേലോട്ട് നോക്കുകയാണ് ജെറ്റ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ജെറ്റിന്ന് അടിക്കുന്നത് അത്രത്തോളം ജെറ്റാണെങ്കിൽ മേലെ കൂടെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് കേസ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് വേറൊരു ട്രിക്കാണ്. അപ്പോൾ അത് മിക്ക ആളുകൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്ന് കളയട്ടെ. അപ്പോൾ ഈ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഗൈസ് എൻ്റെ TVയിലാണെങ്കിൽ ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ TV ഞാൻ വെറുതെ കൊടുത്തതാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ളത് ഞാൻ നേരെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആർജി സ്റ്റൂൾ എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് ശരി എവിടെ പോയാലും കുഴപ്പമില്ല. അതിന് ശേഷം TVന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അതിനുശേഷം ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക ഗൈസ്. അതിന് ശേഷമാണ് ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ബാക്ക് അടിക്കുക നമ്മുടെ ഇന്ത്യൻ ബൈക്ക്. അതിനുശേഷം വീണ്ടും ലോഡിങ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഹോമിലോട്ട് വരികയാണെങ്കിൽ ഗൈസ് നമ്മുടെ വീട്ടിൽ ഞാൻ സെലക്ട് ചെയ്ത ആ ഫോട്ടോ നമുക്ക് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിലേറെ മോഡും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് വേണ്ടവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഗൈസ് വേറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഇല്ലാത്ത മോഡും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.